നമസ്കാരം. ഉപരോധം എന്ന ഭീഷണി കാണിച്ച് ഇറാനെ ഒതുക്കാമെന്നോ കരുതിയവർക്ക് തികച്ചും തെറ്റിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉപരോധത്തിലൂടെ അവസാനിക്കേണ്ടതായിരുന്നു എങ്കിൽ എന്നേ ഇറാൻ അവസാനിക്കുമായിരുന്നു. കാരണം നിരന്തരം സമ്മർദ്ദങ്ങളെയും ഉപരോധങ്ങളെയും തരണം ചെയ്തു വന്ന രാജ്യമാണ് ഇറാൻ. ഇറാനിലെ തെരുവുകളിൽ വീണ്ടും പ്രതിഷേധങ്ങളുടെ ശബ്ദം ഉയരുമ്പോൾ അതിനെ ഭരണകൂടത്തിന്റെ തകർച്ചയായി പ്രഖ്യാപിക്കാൻ ചില അന്താരാഷ്ട്ര വൃത്തങ്ങൾ അതിവേഗം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവ വികാസങ്ങളെ ഇറാൻ ദുർബലമാകുന്നു എന്ന തെളിവായി ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കലാണ്. ദശാബ്ദങ്ങളായി ഉപരോധങ്ങൾ, സാമ്പത്തിക ശ്വാസം മുട്ടൽ, രാഷ്ട്രീയ ഒറ്റപ്പെടുത്തൽ, സൈനിക ഭീഷണികൾ എന്നിവയിലൂടെ ഇറാനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ച ആഗോള ശക്തികളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ പ്രതിഷേധങ്ങളെ വിലയിരുത്തേണ്ടത്. ഒരു രാഷ്ട്രം നേരിടുന്ന സാമൂഹിക അസ്വസ്ഥതകളെ ഉപയോഗപ്പെടുത്തി ഭൗമരാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം ഇറാൻ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് മുമ്പും പല ഘട്ടങ്ങളിൽ ആഭ്യന്തര വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ വ്യാപകമാണ് എന്നത് സത്യമാണെങ്കിലും അവയെ ഭരണകൂടം ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ഘടകമായി കാണുന്നത് അതിരുകടന്ന വിലയിരുത്തലാണ്. ഇറാനിലെ ജനസംഖ്യയുടെ വലിപ്പവും സാമൂഹിക വൈവിധ്യവും കണക്കിലെടുക്കുമ്പോൾ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക ഘടനയെ തകർക്കുമെന്ന വാദം യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പോലുള്ള വിഷയങ്ങളിൽ നിന്നാണ് ഈ പ്രതിഷേധങ്ങൾ ഉയർന്നത്. അതേസമയം അതിലേക്ക് പിന്നീട് വിദേശ താല്പര്യങ്ങൾ കടന്നുകയറാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് സൈനിക ഭീഷണികൾ ഉയർത്തുന്നത്. സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുകയാണിത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയാൽ അമേരിക്ക ഇടപെടുമെന്ന മുന്നറിയിപ്പുകൾ ജനാധിപത്യത്തിനായുള്ള ആശങ്കയുടെ ഭാഷയല്ല, മറിച്ച് ഭരണമാറ്റ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന വിമർശനവും ശക്തമാണ്. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഇറാനെ ലക്ഷ്യമിട്ടുള്ള ഈ ഭാഷ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന ഒരു വിദേശ നയ മാതൃകയിലേക്കാണ് വാഷിംഗ്ടൺ മടങ്ങുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ഇത് ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ സമാധാനപരമായി പരിഹരിക്കാനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ ആഗോള വിപണികളും ഊർജ മേഖലയും അതീവ ജാഗ്രതയോടെയാണ് ഇറാനിലെ സംഭവ വികാസങ്ങളെ കാണുന്നത്. ഒപെക്കിലെ പ്രധാന എണ്ണ ഉൽപാദന രാജ്യങ്ങളിലൊന്നായ ഇറാനിൽ ഉണ്ടാവുന്ന അസ്ഥിരത ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് എണ്ണവില ഉയരാൻ കാരണമായത്. എന്നാൽ ഇതുവരെ എണ്ണ കയറ്റുമതിയിലെ വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതിലൂടെ ആഭ്യന്തര വെല്ലുവിളികൾ ഉണ്ടായാലും രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളും നിർണായക മേഖലകളും പ്രവർത്തനക്ഷമമായി തുടരുന്നു എന്ന യാഥാർത്ഥ്യം വ്യക്തമാവുകയാണ്. ഇറാനെ സംബന്ധിച്ചുള്ള ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ റഷ്യയും ചൈനയും വഹിക്കുന്ന പങ്ക് ശ്രദ്ധേയമാണ്. ചില വിശകലനങ്ങൾ ഈ രാജ്യങ്ങൾ അകലം പാലിക്കുന്നുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചാലും അതിനെ ഇറാനോടുള്ള പിന്തുണയുടെ അഭാവമായി മാത്രം കാണുന്നത് ശരിയല്ല. റഷ്യയും ചൈനയും അവരുടെ സ്വന്തം തന്ത്രപരമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നത്. ഇറാൻ ചരിത്രപരമായി നിർണായക ഘട്ടങ്ങളിൽ പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകൾ ആശ്രയിക്കാതെ സ്വന്തം ശേഷികളിലാണ് കൂടുതൽ വിശ്വാസം വെച്ചിട്ടുള്ളത്. അതിനാൽ സഖ്യകക്ഷികൾ നേരിട്ട് ഇടപെടുന്നത് എന്നല്ല ഇറാന്റെ സ്വതന്ത്ര നിലപാടുകളുടെ ദൗർലഭ്യവുമല്ല, മറിച്ച് അതിന്റെ രാഷ്ട്രീയ സ്വയം ഭാരതത്തിന്റെ ഭാഗമാണ്. മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളും ഇറാനിലെ പൂർണ്ണമായ അസ്ഥിരത ആശങ്കജനകമാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചത് മേഖലയിൽ ഉണ്ടാക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ്. ഇറാഖിലും സിറിയയിലും കണ്ട അധികാര ശൂന്യതയുടെ ദുരന്തകരമായ ഫലങ്ങൾ ഇറാനിലും ആവർത്തിക്കപ്പെടുമോ എന്ന ഭയം പ്രാദേശിക ശക്തികളെ കൂടുതൽ ജാഗ്രതയിലാക്കിയിരുന്നു. ഇറാന്റെ സൈനിക ശേഷിയും സുരക്ഷാ സംവിധാനങ്ങളും പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഭീഷണിയായി ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഈ ശേഷികൾ ആക്രമണത്തിനായി ഉള്ളതല്ല. ബാലിസ്റ്റിക് മിസൈലുകളുടെയും ശക്തമായ സുരക്ഷാ സേനകളുടെയും സാന്നിധ്യം ബാഹ്യ ഇടപെടലുകൾക്ക് വില ഉയർത്തുവാനും സമാധാനം നിലനിർത്തുവാനുമുള്ള ഒരു പ്രതിരോധ സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. ജൂണിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഉയർന്ന ദേശീയ വികാരം ഇത്തരം ഭീഷണികൾ ഇറാൻ സമൂഹത്തെ വിഭജിക്കുന്നതിന് പകരം പലപ്പോഴും ഏകോപിപ്പിക്കുന്നു എന്നതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്.